നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി രാപ്പാൾ ആറാട്ടുകടവിൽ സംഗമേശന്റെ ആറാട്ട് നടന്നു. ഞായറാഴ്ച രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും പരിവാരസമേതം ആറാട്ടിനെഴുന്നള്ളിയ സംഗമേശൻ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് രാപ്പാൾ കടവിൽ ആറാട്ട് നടത്തിയത്. ഒല്ലൂരിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. ഒരു ബസ് 3 കടകളിലേക്ക് ഇടിച്ചുകയറി. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും SC/ST വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും KPMS കോടാലി ഏരിയ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിലിന്റെ പൗരോഹിത്യ രജത ജൂബിലി നന്ദിപുരം സെന്റ് മേരീസ് പള്ളിയിൽ ആഘോഷിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ബയോബിൻ വിതരണോദ്ഘാടനം പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി രാപ്പാൾ ആറാട്ടുകടവിൽ സംഗമേശന്റെ ആറാട്ട് നടന്നു. ഞായറാഴ്ച രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും പരിവാരസമേതം ആറാട്ടിനെഴുന്നള്ളിയ സംഗമേശൻ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് രാപ്പാൾ കടവിൽ ആറാട്ടു നടത്തിയത്. തന്ത്രി നഗരമണ്ണ ത്രിവിക്രമൻ നമ്പൂതിരി, മേൽശാന്തി പൂത്തിലത്ത് ആനന്ദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പരികർമ്മി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, അഖിൽ മണക്കാട്, നിഖിൽ മണക്കാട് എന്നിവർ സഹകാർമ്മികരായി. ഞായറാഴ്ച രാവിലെ എതിർത്ത പൂജയും ആറാട്ടുബലിയും നടത്തിയതിനു ശേഷം പാണിക്കുട്ടി പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവാൻ തന്റെ എല്ലാ പരിവാരങ്ങളോടും കൂടി ഒരു പ്രദക്ഷിണം കൊണ്ട് ശ്രീഭൂതബലി നടത്തി. തുടർന്ന് വലിയ പാണിക്കെട്ട് ആനപ്പുറത്ത് കയറി മേളത്തോടെ ഒരു പ്രദക്ഷിണം കൂടി പൂർത്തിയാക്കി മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ വടക്കനാഥൻ ശിവൻ ഭഗവാന്റെ തിടമ്പേറ്റി. പുതുപ്പള്ളി ഗണേശൻ, കുളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്നിവർ അകമ്പടിയായി. കിഴക്കിനടയിൽ പോലീസ് സംഘം ആചാരപ്രകാരമുള്ള റോയൽ സല്യൂട്ട് നൽകി. തുടർന്ന് 3 ആനകളുമായി നാദസ്വരത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും മകബടിയോടെ സംഗമേശൻ ആറാട്ടിനായി രാപ്പാളിലേക്ക് യാത്രയായി. നിരവധി ഭക്തജനങ്ങളും ഭഗവാനെ അനുഗമിച്ചിരുന്നു. ആറാട്ടിന് ശേഷം രാപ്പാൾ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് ആറാട്ടുകഞ്ഞി വിതരണം നടത്തി. വൈകിട്ട് 4 മണിയോടെ മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ സർവീസ് റോഡ് ടാറിംഗ് ആരംഭിച്ചതോടെ വൻ ഗതാഗതക്കുരുക്ക്. ഞായറാഴ്ച രാവിലെ മുതൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ സർവീസ് റോഡ് ടാറിംഗ് ആരംഭിച്ചതോടെ വൻ ഗതാഗതക്കുരുക്ക്. ഞായറാഴ്ച രാവിലെ മുതൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലൂടെയാണ് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളും കടത്തിവിട്ടിരുന്നത്. ഇതോടെ ഇരുഭാഗത്തും വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയായി. പാലിയക്കാര ടോൾ പ്ലാസ വഴിയും ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് നീണ്ടു. ചാലക്കുടി ഭാഗത്തു നിന്നും വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും വാഹന നിര നിയന്ത്രിക്കാൻ ഇതൊന്നും ഫലം കണ്ടില്ല. രാത്രിയിൽ ടാറിംഗ് നടത്തിയിരുന്നെങ്കിൽ ഗതാഗതക്കുരുക്കിന്റെ രൂക്ഷത കുറയ്ക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. തിരക്കേറിയ അവധി ദിനമായ ഞായറാഴ്ച തന്നെ സർവീസ് റോഡ് ടാറിങ്ങിന് തിരഞ്ഞെടുത്തതിനെയും യാത്രക്കാർ വിമർശിച്ചു. യാത്രക്കാരുടെ ദുരിതം കൂടി പരിഗണിച്ചു വേണം നിർമ്മാണം നടത്താനെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ആമ്പല്ലൂരിൽ റോഡ് മുറിച്ചു കടക്കാൻ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടിരുന്നത്. ഒല്ലൂരിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. ഒരു ബസ് 3 കടകളിലേക്ക് ഇടിച്ചുകയറി. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഓവർടേക്ക് ചെയ്തു വന്നിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സിൽ ഇടിക്കാതിരിക്കാനാണ് സൂപ്പർഫാസ്റ്റ് ബസ് കടകളിലേക്ക് ഇടിച്ചു കയറ്റിയത്. ഊട്ടിയിലേക്ക് പോകുകയായിരുന്ന ലോ ഫ്ലോർ ബസ്സും പത്തനംതിട്ടയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ഒല്ലൂർ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
ജിജി തെക്കേക്കരയുടെ ഉടമസ്ഥതയിലുള്ള ഫാഷൻസ് ഒല്ലൂർ റോൾ ഗോൾഡ് കടയും ഓപ്പന്റെ ഉടമസ്ഥതയിലുള്ള KR ഫ്രൂട്ട്സ് കടയും ലിജോ എലുവത്തിങ്കലിന്റെ ഉടമസ്ഥതയിലുള്ള ലിജോ സ്റ്റോഴ്സുമാണ് അപകടത്തിൽ തകർന്നത്. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും SC/ST വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും KPMS കോടാലി ഏരിയ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടകരയിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. MT ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജൻ പാപ്പാളി, സീത പുഷ്പാകരൻ, അജിഷ രമേശ്, രമ്യ സനീഷ് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ പട്ടികജാതിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ യഥാസമയത്ത് ലഭ്യമാകുന്നുണ്ടോ? ഇടവകാംഗമായ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പലിന്റെ പൗരോഹിത്യ രജത ജൂബിലി നന്ദിപുരം സെന്റ് മേരീസ് പള്ളിയിൽ ആഘോഷിച്ചു. ജൂബിലേറിയന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലി അർപ്പിച്ചു. അദിലാബാദ് പ്രഥമ ബിഷപ്പ് മാർ ജോസഫ് കുന്നത്ത്, തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിന്റെ പെസഹാരഹസ്യത്തിൽ പങ്കുചേർന്ന് ഉത്ഥാനത്തിന്റെ മഹത്വത്തിന് യോഗ്യരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കാനിടയാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകിക്കളയട്ടെയും. ലഹരിക്കെതിരെ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അളഗപ്പനഗർ സൂപ്പർ ലീഗ് 6S ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ G ജോൺ, പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. വിജയികൾക്ക് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡുമാണ് വിതരണം ചെയ്തത്. വളരെ മനോഹരമായ നിലയിൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം. ഈ ഒരു വലിയ സാമൂഹ്യ കൂട്ടായ്മ ഇതിലൂടെ വന്നു. കാലത്ത് പ്രോഗ്രാം കഴിഞ്ഞു. ഈ സമ്മാനദാന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ സമ്മാനദാന ചടങ്ങ് അധ്യക്ഷത വഹിക്കുന്ന പഞ്ചായത്ത് ഉല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെ 1ാം വാർഷികാഘോഷ പൊതുസമ്മേളനം തിങ്കളാഴ്ച രാവിലെ 8:30 ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടക്കും. വാർഷികാഘോഷം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഫൈഡസ് മാനേജിംഗ് പാർട്ണർ വിഷ്ണു ശങ്കർ അധ്യക്ഷത വഹിക്കും. ഉല്ലൂർ ACP സുധീരൻ മുഖ്യപ്രഭാഷണം നടത്തും. ഉല്ലൂർ ഫൊറോന വികാരി ഫാദർ വർഗീസ് കുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആശുപത്രിയിലേക്ക് 100 പേർ നൽകിയിട്ടുള്ള നേത്രദാന സമ്മതപത്രം BJP സ്റ്റേറ്റ് സെക്രട്ടറി നാഗേഷ് മാനേജിംഗ് ഡയറക്ടർ വിഷ്ണു ശങ്കറിന് കൈമാറും. വാർഷികത്തിന്റെ ഭാഗമായി ഒരാൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും 5 പേർക്ക് കണ്ണടയും വിതരണം ചെയ്യും. മെയ് 1 നടത്തിയ ഒന്നിച്ചോടാം ലഹരിക്കെതിരെ എന്ന മാരത്തോണിൽ പങ്കെടുത്ത് 5 കിലോമീറ്റർ ഓടിയ അംഗപരിമിതിയുള്ള വിനോദിനെയും 1 വർഷം പൂർത്തിയാക്കിയ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ 5ാം വാർഡിൽ ആവശ്യപ്പെട്ട എല്ലാവർക്കും ബയോബിൻ വിതരണം ചെയ്തു. ജൈവ മാലിന്യ സംസ്കരണം എളുപ്പമാക്കാൻ കഴിയുന്നതാണ് ബയോബിൻ. വീടുകളിലെ ഭക്ഷണ പച്ചക്കറി അവശിഷ്ടങ്ങൾ 3 ലെയർ ബയോബിന്നുകളിൽ നിക്ഷേപിച്ച് അതിൽ ഇന്നോക്കുലം ചേർത്ത് വളമാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബയോബിന്നുകളാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. IRTC കോർഡിനേറ്റർ TM ശിഖാമണി ബയോബിന്നിന്റെ ഉപയോഗരീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ADS ഗ്രേസി വർഗീസ്, ഹരിതകർമ്മസേനാംഗം സവിത ജനൻ, സിന്ധു രാജൻ എന്നിവർ നേതൃത്വം നൽകി.
2 തവണകളായി 80 ബയോബിന്നുകളാണ് വാർഡിൽ വിതരണം ചെയ്തത്. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985 SSLC ബാച്ചിന്റെ കുടുംബ സംഗമവും വാർഷിക പൊതുയോഗവും KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക KS ഉദയ്ക്കുള്ള യാത്രയയപ്പും ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ 6 വിദ്യാർത്ഥികളെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഓർമ്മച്ചെപ്പ് വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് PS ശശി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ TS മുരളി, PR മനോജ് കുമാർ, KD ദിലീപ്, NR രമേശ്, മീനാക്ഷി എന്നിവർ പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മധ്യവേനലവധിക്കാലം ഫലപ്രദമായി ഉപയോഗിക്കാൻ കുട്ടികൾക്കായി ഒല്ലൂർ ആലങ്ങാട് ജനതാ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ചെസ് പരിശീലനവും മിനി ടൂർണമെന്റും സംഘടിപ്പിച്ചു. വീട്ടകങ്ങളിലും സ്മാർട്ട് ഫോണുകളിലും മാത്രം ഒതുങ്ങാതെ കുട്ടികളുടെ മാനസികക്ഷമത പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം. ക്രിസ്മസ് കാലത്ത് തുടങ്ങിയ ചെസ് പരിശീലനത്തിന്റെ തുടർച്ചയായാണ് വലിയ അവധിക്കാലത്തും ചെസ് പരിശീലനവും മിനി ടൂർണമെന്റും നടത്തിയത്. ടൂർണമെന്റിൽ അതിഥി അരുൺ, അഞ്ജന സജീഷ്, ആഗ്നസ് തെരേസ ആന്റണി, ആൻസൺ ആന്റണി, സച്ചിൻ ഹരിപ്രസാദ്, സൂര്യനാരായണൻ, അശ്വന്ത് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. K വിജയ് കുമാറാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. വായനശാല കേന്ദ്രീകരിച്ച് നടത്തിയ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രോഗ്രാമിന് രവി വാര്യർ നേതൃത്വം നൽകി. PSC പരിശീലനം അടക്കം നിരവധി പരിപാടികളാണ് വായനശാല നടപ്പിലാക്കി വരുന്നത്. AK ശിവദാസനാണ് വായനശാല സെക്രട്ടറി. KK മണി പ്രസിഡന്റും ചന്ദ്ര പ്രസീത ലൈബ്രറിയനായും പ്രവർത്തിക്കുന്നു. പുതിയ തലമുറ വായനയിൽ നിന്നും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകുന്നതിൻ്റെ വലിയൊരു പ്രശ്നം നമ്മൾ സമൂഹത്തിൽ നിന്ന് നേരിടുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ വായനശാലകളിൽ നിന്നൊക്കെ ഒരു വിഭാഗം വലിയ തോതിൽ കുട്ടികൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ കുട്ടികളെ തിരിച്ച് നമുക്ക് എങ്ങനെയാണ് വായനശാലകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള നിരവധി പദ്ധതികൾ കേരള ഗ്രന്ഥശാല സംഘവും നമ്മുടെ ഗ്രന്ഥശാലകളൊക്കെ തന്നെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ആലങ്ങാട് ജനതാ വായനശാല ഈ മധ്യവേനൽ അവധിക്കാലത്ത് 2-3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അതിലൊന്ന് ചെസ്സ് ആയിരുന്നു. ചെസ്സ് ഇന്നിപ്പോൾ ലഹരി ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് അത് ഒരു ലഹരിയായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു തരത്തിലേക്കുള്ള ഒരു വഴിതെറ്റൽ ഉണ്ടാകില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അവരെ മാക്സിമം ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെസ് പരിശീലനം നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. വലിയ ഒരു പിന്തുണയും സഹകരണവുമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മളൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പ്രാപ്തരാക്കുക എന്ന രീതിയിൽ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. ഈ കണ്ടിന്യൂസ് പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ താല്പര്യമുള്ള ആളുകളെ നമ്മൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വളരെ ഒരു വോളണ്ടിയർലി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ശ്രീ രവി വാര്യർ എന്ന് പറയുന്ന ഒരാളാണ്, തൃക്കൂർ സ്വദേശിയാണ്. അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകുന്നത്. ചെസ്സിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള വിജയകുമാർ K എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ ദീർഘകാലം ചെസ്സ് കളിയും അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ പരിചയമുള്ള ആളാണ്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ഏതാണ്ട് 25ഓളം കുട്ടികൾ ഇപ്പോൾ ചെസ്സ് പരിശീലനം കഴിഞ്ഞു പോയി. ഇവിടെ ഈ ചെസ്സ് പരിശീലനം കണ്ടപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള കാവല്ലൂരുള്ള കവിതാ വായനശാലക്കാർ അവരും ഒരു ചെസ് ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ചെസ് പരിശീലനം വയ്ക്കുകയുണ്ടായി. ഇനി ഇതൊരു വലിയ പദ്ധതിയായി മാറി അടുത്ത കാലങ്ങളിൽ ഒരു വലിയ ടൂർണമെൻറ്റ് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകും. തിങ്കളാഴ്ച രാവിലെ 9:30 പുതുക്കാട് സെന്ററിലാണ് പരിപാടി നടക്കുന്നത്. വാൽപ്പാറയിൽ ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ 40ഓളം പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 12:30 തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കവേഴ്സ് എസ്റ്റേറ്റ് ഭാഗത്തെ ഹെയർപിൻ വളവിലാണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത്.
വാൽപ്പാറ പോലീസും ഫയർഫോഴ്സും എത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ബസ്സിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. ഇവരെ ആദ്യം വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ ബസിന്റെ ഡ്രൈവർ ഗണേശന് സാരമായി പരിക്കേറ്റു. ഡ്രൈവർ ഗണേശനെയും കൈക്കും കാലിനും തലയ്ക്കും മറ്റും പരിക്കേറ്റ 30-ലധികം പേരെയും വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി മെയ് 23 വരെ നീട്ടി. ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ജൂനിയർ ടെലികോം ഡാറ്റ അനലിസ്റ്റ് എന്നീ കോഴ്സുകൾ ആണ് പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായ 15-നും 23-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗത്തിന് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ഉണ്ടായിരിക്കും. കോഴ്സ് ഫീസ് തികച്ചും സൗജന്യമാണ്. ക്ലാസുകൾ പൊതു അവധി ദിവസം മാത്രമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9061212224. കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ സമയബന്ധിത പദ്ധതിയായ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ആൻഡ് കൺസർവേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലേക്കുള്ള താൽക്കാലിക ഒഴിവിലേക്ക് ജൂൺ 2 രാവിലെ 10 കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ തൃശൂർ പീച്ചിയിലുള്ള ഓഫീസിൽ അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.kfri.rs.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487269010. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത ട്രേഡിൽ ലഭിച്ച ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലീവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ വിജയം അല്ലെങ്കിൽ SSLCയിൽ വിജയവും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിൽ നിശ്ചിത ട്രേഡിലുള്ള വിജയവുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മെയ് 31 മുൻപ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ്, 1ാം നില, മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി PO, തൃശൂർ 680307 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 048027261010 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ. BSNL റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ പുതുക്കാട് വടക്കേത്തുറവ് അഷ്ടമി തോമസ് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ അരണാട്ടുകര തരകൻ കുടുംബാംഗമായ മെറീന, മോസസ്, ജൂഡിത്ത് എന്നിവർ മക്കളും ടിമിയ മരുമകളുമാണ്. കലൂർ നായരങ്ങാടി അമ്പാടി വീട്ടിൽ അംബുജാക്ഷി അമ്മ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി രാപ്പാൾ ആറാട്ടുകടവിൽ സംഗമേശന്റെ ആറാട്ട് നടന്നു. ഞായറാഴ്ച രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും പരിവാര സമേതം ആറാട്ടിനെഴുന്നള്ളിയ സംഗമേശൻ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് രാപ്പാൾ കടവിൽ ആറാട്ട് നടത്തിയത്. ഒല്ലൂരിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. ഒരു ബസ് 3 കടകളിലേക്ക് ഇടിച്ചുകയറി. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും SC/ST വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും KPMS കോടാലി ഏരിയ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിലിന്റെ പൗരോഹിത്യ രജത ജൂബിലി നന്ദിപുരം സെന്റ് മേരീസ് പള്ളിയിൽ ആഘോഷിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 5ാം വാർഡിലെ ബയോബിൻ വിതരണോദ്ഘാടനം പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ നിർവഹിച്ചു.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.